മാർച്ച് 8-ാം തീയതിയാണ് ഞങ്ങൾ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. പടം കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടമാവും, അത് തന്നെയാണ് വിശ്വാസം. ഒട്ടിക്കാൻ കാരണം എന്താണോ അതാണ് ഞാൻ പറഞ്ഞ, സെൻസർ ബോർഡിന് ഈ ടൈറ്റിൽ ഇഷ്ടമായില്ല. അതിലെ ഭാരതം എന്നുള്ളൊരു ആസ്പെക്റ്റ് മാറ്റണം എന്ന് പറഞ്ഞ് അതിനൊരു കൃത്യമായ കാരണം പറയുന്നില്ല. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി ഇല്ലാതെ അൺവില്ലിംഗ്ലി ആണ് നമ്മൾ ഈ ടൈറ്റിൽ മാറ്റുന്നത്. പക്ഷെ ഞങ്ങൾ പടം ഇറങ്ങണം, അതാണ് ഇവിടുത്തെ പ്രയോറിറ്റി. പടം ഇറങ്ങിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. സോ അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് റീബ്രാൻഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യാം. നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങൾ പറയേണ്ടതൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിനെ ഈ അവസ്ഥയിൽ ഒരു വ്യവസ്ഥയാക്കി മുന്നോട്ട് പോകുന്നു. സത്യം പറയാൻ ആസാൻ ആർട്ടിസ്റ്റ് ഇങ്ങനൊരു സിനിമ ഇങ്ങനൊരു പ്രൊമോഷൻ കഴിഞ്ഞു, തിരിച്ച പ്രൊമോഷൻ അല്ലാത്ത പ്രൊമോഷൻസ് എല്ലാം കഴിഞ്ഞു. ഈ അവസാന നിമിഷം ഇങ്ങനൊരു ഇത് വരുമ്പോൾ ആസാൻ ആർട്ടിസ്റ്റ് എന്താണ് ഫീൽ ചെയ്യുന്നത് സിനിമ എന്ന? അത് വളരെ വിഷമമുണ്ട്. അത് മാത്രമല്ല അവർ ചെയ്ത പ്രൊഡ്യൂസറും ഗ്രൂപ്പും പ്രൊമോഷന് വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ട് കുറേ കാശിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇവൻ ഈ പോസ്റ്റേഴ്സിനെ എത്തി അടിച്ചിറക്കി. ഇതെല്ലാം ഇനി മാറ്റണ്ടേ? അപ്പം അത് ഒരു ലാസ്റ്റ് മിനിറ്റ് നമുക്ക് തരുന്ന ഒരു വലിയൊരു അടിയാണ്. അത് ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാണ്ട് ഇതിനെ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവരിത് ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ഇപ്പോഴും വ്യക്തമാക്കി അതിനൊരു ക്ലാരിറ്റി അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ വളരെ നന്നായിരുന്നു. ഒരു പടത്തിൻ്റെ ഐഡൻറ്റിറ്റി അതിൻ്റെ പേരാണ്. അപ്പോൾ ഞങ്ങൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ പേര് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്നൊരു പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. പക്ഷെ എന്നാലും ഞങ്ങളുടെ മൂവി ഇസ് എ ഫൺ എൻ്റർടൈനർ. പൊളിറ്റിക്സും അങ്ങനെയൊന്നും ഞങ്ങൾ ടച്ചപ്പ് ഓൺ ചെയ്യാത്തൊരു മൂവിയാണ്. പിന്നെ ക്ലീൻ യു കിട്ടി സെൻസർ ബോർഡിൽ നിന്ന്. പക്ഷേ ഒരു ടൈറ്റിൽ ഒരു എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്തൊക്കെയായാലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായിട്ട് തന്നെ ഇത് കൺസിഡർ ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോകും, ഇത് മാക്സിമം പുഷ് ചെയ്യും. ബിക്കോസ് നല്ലൊരു സിനിമയാണ്. കാണുന്നവർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഒന്നും അല്ല എന്നുള്ളൊരു എന്താ പറയുക സ്റ്റേറ്റിലോട്ട് എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. രീതിക്കാണ് നമ്മൾക്കൊരു പ്രൊമോഷനും കൂടെ തരുന്നത്. ഒരു ഡീ പ്രൊമോഷനും ഒരു പ്രൊമോഷനും കൂടെ ബൈ ഡിഫോൾട്ട്. സത്യം പറയാം മലയാള സിനിമയിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ടോ? മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഇങ്ങനൊരു ഇൻഡസ്ട്രിയെ കുറിച്ച് എനിക്ക് വിവരമില്ല. അല്ല ബാക്കിയുള്ള ഇൻഡസ്ട്രി ആണെങ്കിൽ പറഞ്ഞതിന് പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ നേരത്തും കാലത്തും പറഞ്ഞ് ഇത് സ്പോട്ടിൽ അല്ലെങ്കിൽ ഇറക്കുന്നതിന് ബാക്കി ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നത്